രാത്രി വീടിനടുത്ത് മൂങ്ങ കരയുന്നത് കേൾക്കുമ്പോൾ ആരെങ്കിലും മരിക്കും അല്ലെങ്കിൽ മരണ വാർത്ത കേൾക്കുന്നത് വീട്ടിലെ പഴമക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ പണ്ട് കാലത്ത് രാത്രി മൂങ്ങ കരഞ്ഞാൽ ആ പ്രദേശത്തിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇത് വെറും കെട്ടുകഥയല്ല, ഇതിന്റെ പുറകിൽ ഒരു റിയൽ സ്റ്റോറി ഉണ്ട്. എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹായ്, ഐ ആം ശരത്. ദിസ് ഈസ് 100 Days of Untold Story സീരീസ് ഡേ 39. സോ സ്റ്റോറീസ് ഇഷ്ടമായിട്ടും ഇത്രയും പേരാണ് ഫോളോ ചെയ്ത് കാണുന്നത്. നിങ്ങൾ ഫോളോ ചെയ്താൽ അത് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഗ്രാമത്തിലെ ആൾക്കാരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് കൃഷിയും കൃഷിയിടങ്ങളും ധാന്യങ്ങളൊക്കെ ആയിരുന്നു. ഓരോ വീട്ടിലും അവർ കൃഷി ചെയ്തിട്ടുള്ള ധാന്യങ്ങളും പച്ചക്കറികളുമാണ് അവർ സൂക്ഷിച്ചു വെക്കുന്നതും അവർ കഴിക്കുന്നതും. അന്ന് ചില വീടുകളുടെ മുകളിലിരുന്ന് മൂങ്ങ കരയുമായിരുന്നു. അങ്ങനെ കരഞ്ഞാല് ആ വീട്ടിലെയോ അല്ലെ തൊട്ടടുത്തുള്ള പ്രദേശത്തിലോ ആരെങ്കിലും അസുഖം വരികയോ അവർ പിന്നീട് മരിക്കുകയും ചെയ്യുമായിരുന്നു. ശരിക്കും അന്ന് മൂങ്ങ കരയുന്നത് മരണത്തെ വിളിച്ചു വരുത്തുന്നതായിരുന്നില്ല, പകരം പകർച്ചവ്യാധി പരത്തുന്ന എലികൾ കൂട്ടമായിട്ട് ചില വീടുകളിൽ ഉണ്ടാവുകയും അവിടെയുള്ള ധാന്യങ്ങളും പച്ചക്കറികളും കഴിക്കുകയും അതിലൂടെ നടന്ന് കാഷ്ടവും യൂറിനും ഒഴിച്ച് ആ ഭക്ഷ്യ സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് മനസ്സിലാക്കാതെ ചില വീട്ടിലെ ആൾക്കാർ ആ ധാന്യവും പച്ചക്കറികളൊക്കെ കഴിക്കുകയും പിന്നീട് പകർച്ചവ്യാധി പിടിപെട്ട് അവർ മരിക്കുകയായിരുന്നു ചെയ്തത്. മൂങ്ങകൾ വന്നിരുന്നത് മരണം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടായിരുന്നില്ല, അവരുടെ ഫേവറേറ്റ് ഭക്ഷണമായിട്ടുള്ള എലികളെ കണ്ടുകൊണ്ട് മാത്രമാണ്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അന്ന് മൂങ്ങകൾ മനുഷ്യന്മാർക്ക് ഇത് വൃത്തിഹീനമായിട്ടുള്ള സ്ഥലമാണെന്നുള്ളൊരു വാർണിംഗ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി മൂങ്ങ കരയുന്നത് ഒരു അപലക്ഷണമാണെന്ന് വീട്ടിലാരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും കാണിച്ചു കൊടുക്കുക. ആൻഡ് മൂങ്ങ കരയുന്നതിന്റെ പുറകിൽ ഇത്രയും വലിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് മുന്നേ അറിയാമായിരുന്നോ ഇല്ലെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യുക.